ഞാനിവിടെ ചെയ്യുന്നത് പെട്ടെന്ന് എങ്ങനെ നെയ്ച്ചോർ തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു റൈസാണിത്. അതിന് ആദ്യമേ തന്നെ നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഉണക്കമുന്തിരിങ്ങ, കാഷ്യൂനട്ട്, കനം കുറച്ച് അരിഞ്ഞ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് ഗീ റൈസ് തയ്യാറായതിനു ശേഷം മുകളിൽ വിതറി ഗാർണിഷ് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുവാൻ വേണ്ടി വലിയൊരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതായത് 6 ഏലക്ക, 7-8 ഗ്രാമ്പൂ, 2 പീസ് പട്ട, 1 നുള്ളു പെരിഞ്ചീരകം, 8-10 കുരുമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഈ സവാള ചെറുതായി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെയാണ് പേസ്റ്റ് ആക്കിയത്. ഈ റൈസിന് കുറച്ച് എരി ആവശ്യമാണെന്ന് തോന്നിയാൽ 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഈ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നല്ലതുപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് ബസ്മതി റൈസ് ചേർത്ത് ഒരു 3-4 മിനിറ്റ് റൈസ് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ ചോറ് വേറിട്ട് നിൽക്കും. അതിനുശേഷം 6 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരിക്ക് ആണ് 6 ഗ്ലാസ് വെള്ളം ചേർത്തിരിക്കുന്നത്. അതായത് എത്ര ഗ്ലാസ് അരി എടുക്കുന്നോ അതിൻ്റെ ഡബിൾ ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഒരു മാഗി ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് ബോയിലായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെള്ളം പറ്റി ചോറ് വേകുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ വേവിക്കുക. വെള്ളമെല്ലാം വറ്റി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ആദ്യമേ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള വറുത്തത്, കിസ്മിസ്, കാഷ്യൂനട്ട് എന്നിവ മുകളിൽ ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈസി ആയിട്ട് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.